ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഞാനൊരു റോസ് ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മഞ്ഞ ലീഫായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, അപ്പോൾ അതിനെന്താ ചെയ്യുകയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറേ ചോദിച്ചവർക്ക് ഞാൻ വാട്സപ്പിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അറിയാത്തവർക്ക് അത് ഉപകാരമാവുമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലീഫിൽ അധികം അങ്ങനെ മഞ്ഞ കളർ വന്നിട്ടില്ല. ഇതൊക്കെ പുതിയതായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള റോസാണ്. അതിനധികം കുഴപ്പമൊന്നും വന്നിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് ഒരു 15 ദിവസം കൂടുമ്പോൾ മരുന്നൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അധികം കേടുകളൊന്നുമില്ല. അപ്പോൾ ഉള്ള ഇലകളാണ് ഞാനീ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മഞ്ഞ കളറായിട്ട് അതുപോലെ ഒരു ബ്ലാക്ക് ഡോട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും ചെടിയിൽ. അതൊരു ഫംഗൽ ഡിസീസാണ്. അപ്പോൾ ഈ ഒരു ഇല കണ്ടല്ലോ, ഇതും ഒരു ബ്ലാക്ക് ഡോട്ട്സ് കണ്ടില്ലേ. അപ്പോൾ അതുപോലെ ചെടിയിൽ നിറയെ ഉണ്ടാകും ചില സമയത്ത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം, ആ ചെടിയുടെ ആ ഒരു കമ്പ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അങ്ങനെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ ഇങ്ങനെ ഇലകൾ പറിച്ചെടുത്തിട്ട് നശിപ്പിച്ച് കളയുക. അപ്പോൾ കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊരിക്കലും പറിച്ചിട്ട് ചെടിയുടെ അടുത്ത് തന്നെ ഇടരുത് കേട്ടോ. അപ്പോൾ ആ അസുഖം വീണ്ടും ചെടിക്ക് വരും. അപ്പോൾ എന്തായാലും ഇതിനുള്ള 2 ഹോം റെമഡിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്. നമ്മൾ അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന സാധാരണ വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 ടീസ്പൂണാണ് എടുക്കുന്നത്. ഈ വിനാഗിരി എടുക്കുമ്പോൾ ഒരിക്കലും കൂടി പോവരുത് കേട്ടോ. കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഈ സ്പൂണിനാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ സ്പൂൺ എടുക്കരുത്. ടേബിൾ സ്പൂൺ കുറച്ച് വലുതാണ്. അപ്പോൾ ഇതാ ചെറിയ ടൈപ്പ് ടീസ്പൂൺ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിന് 2 ടീസ്പൂൺ എടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിൽ എടുത്തതാണ്. അപ്പോൾ വിനാഗിരിയുടെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അത് മാത്രം എടുത്താൽ മതി. ഇനി 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക. എപ്പോഴും വിനാഗിരി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടി പോവരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിക്ക് അത് ദോഷമായി മാറും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു സ്പ്രേയറിൽ നിറച്ചിട്ട് നമുക്കിത് ചെടിക്ക് അടിച്ചു കൊടുക്കാം. ഇത് നമ്മളെപ്പോഴും ഈവനിങ്ങിൽ ചെയ്യുന്നതാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ ഈവനിങ്ങിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ രാത്രി വെയിലില്ലല്ലോ. അപ്പോൾ പകലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് വെയിൽ കൊള്ളാണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ രാവിലെ വരെ അങ്ങനെ അത് സെറ്റായിട്ട് ഇരുന്നോളും. ഡയറക്റ്റ് വെയിൽ കൊള്ളാണ്ട് കുറച്ച് തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക പകലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് അടിച്ചു കൊടുത്ത ഉടനെ തന്നെ അങ്ങനെ വെയിൽ കൊള്ളിക്കുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെടിക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികൾക്ക് അധികം കേടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ടൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെടിക്ക് നന്നായിട്ട് കേടുണ്ട് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇതുപോലെ മിക്സ് റെഡിയാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ 1 ദിവസം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറേ ആയിട്ട് മുരടിച്ച് നിൽക്കുന്ന റോസൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ശരിക്കും ക്ലിയറായിട്ട് നന്നായിട്ട് പൂവിടുന്ന വിധത്തിൽ എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറും ഒക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ വേറൊരു ഹോം റെമഡിയാണ്. ഇതുപോലെ തന്നെ ലീഫുകളിൽ ബ്ലാക്ക് ഡോട്ട് കാണുമ്പോഴും മഞ്ഞ കളർ കാണുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ലീഫ് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് നീം ഓയിലാണ്, വേപ്പെണ്ണ. അപ്പോൾ ഇത് നമ്മൾ ഒരു 5 ml ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടീസ്പൂണിന് എടുക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ തന്നെ എടുത്താൽ മതി കേട്ടോ.
അപ്പോൾ 5 ml നീം ഓയിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു കുപ്പിയിൽ കറക്റ്റാക്കി എടുത്താൽ മതി, 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ. അപ്പോൾ കറക്റ്റ് അളവായിക്കൊള്ളും. അപ്പോൾ ഈ നീം ഓയിൽ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒലീവ് ഓയിലും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലൊന്നും നീം ഓയിലും ഒലീവ് ഓയിലൊന്നും ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതും ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് എടുക്കുക. സെയിം മെത്തേഡ് തന്നെ 5 ml സൺഫ്ലവർ ഓയിൽ എടുക്കുക. എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചെടികൾക്ക് അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചെടികൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഒരു കെയറിങ്ങും ഇല്ലാണ്ടിരുന്നിരുന്ന കുറേ റോസാ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നൊന്ന് കാണിക്കാം. ഒരു ചെടി മാത്രം എക്സാമ്പിളായിട്ട് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കമ്പും ഇലകളും ഒക്കെ ആകെ നാശമായിട്ടിരിക്കുകയാണ്. അതുപോലെ ചട്ടിയിലെ മണ്ണൊക്കെ മാറ്റി കൊടുക്കാനായിട്ടുണ്ട്. ഇത് ഒരുപാട് കാലമായിട്ട് തീരെ കെയറിങ് ഇല്ലാണ്ടിരുന്നിരുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റണം. അപ്പോൾ ഇങ്ങനെ 4 ഭാഗത്തേക്കും വളർന്നിട്ടുള്ള കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മടിയും വിചാരിക്കണ്ട കേട്ടോ, എല്ലാ കമ്പും നമുക്ക് മുറിച്ച് കൊടുക്കാം. ചില കമ്പുകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടാകും, അപ്പോൾ അതും എല്ലാം മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ബുഷിയായ രൂപത്തിൽ കുറച്ച് കുറ്റിയാക്കിയിട്ട് നിർത്താം. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ ആ മണ്ണിൽ നിന്ന് കുറച്ച് ഭാഗം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് മുകൾ ഭാഗത്തു നിന്ന്. അപ്പോൾ അടിഭാഗം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ റൂട്ടൊന്നും ഇളകരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മുകൾ ഭാഗത്തെ മണ്ണ് മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ, നല്ല മഴയായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇനി ഇതാണ് കേട്ടോ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റോസ് കെയർ എന്നാണ് ഇതിൻ്റെ പേര്. റോസ് കെയർ ഫോർ ഓർഗാനിക് ഗാർഡനിങ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അതുമ്മൽ. അപ്പോൾ ഇത് നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ദോഷങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ റോസാ ചെടി നല്ല ഒരുപാട് ഫ്ലവറൊക്കെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേടുകളൊന്നും ഇല്ലാണ്ട് ലീഫൊക്കെ നന്നായിട്ട് വരാനും അതുപോലെ നന്നായിട്ട് പൂവിടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെടിക്ക് 50 ഗ്രാമോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 40-50 ഗ്രാം ഒരു ചെടിക്ക് അത്രയും അളവ് മതി. അപ്പോൾ അത് നമ്മൾ പോട്ടി മിക്സറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെടിയുടെ മുകൾ ഭാഗത്താണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് അടിയിലേക്കൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇത് മുകളിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മണ്ണും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. പോട്ടി മിക്സർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് പിന്നെ ബാക്കി ഭാഗം ഫില്ല് ചെയ്യാനുള്ള ബാക്കി ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോട്ടി മിക്സ്ചർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പോട്ടി മിക്സ്ചർ മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോയിലുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട് നോക്കുക, അതിലുണ്ട്, കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ബാക്കി ഭാഗം മണ്ണിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് ചേർത്ത് കൊടുത്താൽ ഈ റോസ് കെയർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നനച്ചിരിക്കണം കേട്ടോ. നനച്ചിട്ട് വേണം നമ്മൾ ചെടി മാറ്റി വെക്കാനായിട്ട്. അത് മറന്നു പോവരുത്. അപ്പോൾ നനക്കുന്നത് ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. എന്തായാലും ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെടി എന്തായാലും നന്നായിട്ട് നനച്ച് കൊടുക്കുക. എന്നിട്ട് ചെടി മാറ്റി വെക്കുക. എന്നിട്ട് ഇത് ചേർത്തിട്ട് നമ്മളൊരു 2-3 ദിവസമൊക്കെ അധികം വെയിലൊന്നും തട്ടാത്ത ഭാഗത്ത് കുറച്ച് തണലുള്ള ഭാഗത്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്